ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. സോ ഗൈസ്, ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. സോ ഇതെന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ചിക്കൻ കറിക്ക് മസാല മീൻസ് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾ, ഉപ്പ് ഒക്കെ ഇട്ട് വേവിച്ച ചിക്കനാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കറിക്ക് ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈക്കുള്ള പീസസ് ഇതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കാം. സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമ്മളിതിൽ മസാല ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ സ്പൈസിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ മതി ഗരം മസാല. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്യാൻ നേരത്ത് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ചെറിയൊരു മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഇങ്ങനെ ആരും ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ചെയ്യാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ നല്ല ബോയിലായിട്ട് തന്നെ ഉണ്ടാവുക. ഇനി നമുക്കിതിന് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. സോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ വെച്ചേക്കുന്ന ലെഗ് പീസിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സോ ഇതിപ്പം 3 ലെഗ് പീസാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അതുപോലെ ടേസ്റ്റാണ്. സോ അപ്പം ഇതുപോലെ കുഞ്ഞു ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ വറുത്ത് കോരി എടുക്കും. സോ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ഇത്രയും ടേസ്റ്റിയോടെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.